ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുമാണ്. ഫ്രൈഡേ റിലീസ് ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നാളെ ഏകദേശം 8ഓളം സിനിമകൾ നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 10ഓളം സിനിമകൾ, ഇന്ന് 10-11ഓളം സിനിമകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് ഏതൊക്കെ നോക്കാം നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഭീമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗോപിചന്ദ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് മലയാളം ഭാഷകളായിട്ട് Disney+ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ജാപ്പനീസ് ആക്ഷൻ ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിറ്റി ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജാപ്പനീസ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. അടുത്തൊരു സീരീസ് ആണ് ഡെഡ് ബോയ് ഡിറ്റക്റ്റീവ്സ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡ്രാമ, മിസ്റ്ററി, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിലുള്ള സീരീസ് ആണ്. DC-യുടെ സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ദിൽ ദോസ്തി ദിലേമ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീരീസ് ആമസോൺ പ്രൈമിൽ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഒരു അറബിക് മൂവിയാണ്. ഫേസ് ടു ഫേസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വാർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. രാൻനീതി ബാലക്കോട്ട് ആൻഡ് ബിയോണ്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ കന്നഡ, തമിഴ്, തെലുങ്ക്, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ സിനിമയാണ്. സിക്സ നരാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്തോനേഷ്യൻ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇത് ഇംഗ്ലീഷ് സീരീസ് ആണ്. ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിലുള്ള ഡ്രാമ ഹൊറർ മിസ്റ്ററി വിഭാഗത്തിലുള്ള സീരീസ് ആണ്. ദം എന്ന് പറഞ്ഞ സീരീസ്. ദം ദ സ്കെയർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സെക്കൻഡ് സീസൺ ആണ്. ഈ സീരീസിന്റെ ഫസ്റ്റ് സീസൺ 2021 റിലീസ് ചെയ്തതാണ്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ജേസൺ സ്റ്റാഥം പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ദ ബീ കീപ്പർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തായിരുന്നെങ്കിലും ഇപ്പോൾ തമിഴ് ഡബ്ല്യൂഷൻ ഇന്ന് മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. യാരിയാൻ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബാംഗ്ലൂർ ഡേയ്സിന്റെ മലയാള സിനിമയായ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. യാരിയാൻ 2 എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ജിയോ സിനിമ വഴി ഇന്ന് മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി സിനിമയുടെ തമിഴ് ഡബ്ല്യൂ വേർഷനാണ്. നമ്മുടെ അക്ഷയ് കുമാർ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത OMG 2 എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ തമിഴ് ഡബ്ല്യൂ വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഹിന്ദി ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ് ഡബ്ല്യൂ വേർഷൻ അവൈലബിൾ ആണ്. ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ മാസം 26-ാം തീയതി നാളെ റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രൈഡേ റിലീസാണ്. അതിൽ ഒന്നാമത്തെ ഒരു സീരീസ് ആണ് ഗുഡ് ബൈ എർത്ത് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു കൊറിയൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ടില്ലു സ്ക്വയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയിൽ അനുപമ പരമേശ്വരനും സിദ്ധു ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ലാപ്റ്റ ലേഡീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം നാളെ ഉച്ചയോട് കൂടിയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ക്രാക്ക് ജീതേങ്ക തോ ജിയേഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വിദ്യുത് ജമാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കുങ്ഫു പാണ്ട 4 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആണ് ഈ ഒരു സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ചുണ്ടൂരു പോലീസ് സ്റ്റേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചുണ്ടൂരു പോലീസ് സ്റ്റേഷൻ. നായാട്ട് പറഞ്ഞ മലയാള സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക് ആണ് ഈ ഒരു സിനിമ. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഇടി മിന്നൽ കാതൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ നമ്മുടെ വിജയ് ദേവരകൊണ്ട അതുപോലെ തന്നെ മൃണാൽ താക്കൂർ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് ഡ്രാമ റൊമാൻറ്റിക്
ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് ഭാഷയിൽ ഈ 2 ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. 2 ഓപ്ഷനിൽ വരും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതായത് ഏപ്രിൽ മാസം 26-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നാളെ പിന്നെ ഇലക്ഷനൊക്കെയാണ്. എല്ലാവരും രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഇപ്പോൾ മലയാളത്തിൽ നിന്ന് നമ്മുടെ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ഉണ്ട്. രാവിലെ റിലീസില്ല, ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ സിനിമയുടെ റിലീസ് വരുന്നത്. കോഴിക്കോടൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ 1 മണിക്കാണ് റിലീസ് ഉള്ളത്. എന്തായാലും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ദിലീപേട്ടൻ്റെ നല്ലൊരു വിജയമാവട്ടെ, ഒരു സിനിമ നല്ലൊരു സിനിമയാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ കണ്ടു, ഏതൊക്കെ സിനിമകൾക്ക് സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.